എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OET റീഡിംഗ് പാർട്ട് ബിയുടെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. അതായത് എല്ലാവർക്കും അറിയാം, OET റീഡിങ്ങിൽ നമുക്ക് ഫസ്റ്റ് നമ്മുടെ റീഡിംഗ് പാർട്ട് എയുടെ ബുക്ക്ലെറ്റ് നമുക്ക് തരും. അത് നമ്മൾ ആൻസർ 50 മിനിറ്റ്സിൽ ആൻസർ ചെയ്ത് കഴിയുമ്പോൾ അത് അവർ പേപ്പർ കളക്ട് ചെയ്യും. ദെൻ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പാർട്ട് ബിയുടെയും പാർട്ട് സിയുടെയും വർക്ക്ഷീറ്റ്, അതായത് ബുക്ക്ലെറ്റ് നമുക്ക് ഒരുമിച്ചാണ് കിട്ടുന്നത്. ഈ പാർട്ട് ബിക്കും പാർട്ട് സിക്കും അവർ അലോ ചെയ്തിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് 45 മിനിറ്റ്സ് ആണ് ടോട്ടൽ. പാർട്ട് ബിയിൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 6 ക്വസ്റ്റ്യൻസ് ആണ്. അതായത് അത് 6 ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ആ 6 ക്വസ്റ്റ്യൻസിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് ഫസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു ക്വസ്റ്റിന് 2 മിനിറ്റ്സ് എടുത്ത് 12 മിനിറ്റ്സിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ദെൻ അത് 10 മിനിറ്റ്സിൽ ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ ട്രൈ ചെയ്യണം. കാരണം ദെൻ നമുക്ക് പാർട്ട് സിയിൽ 16 ക്വസ്റ്റ്യൻസ് 16 ക്വസ്റ്റ്യൻസ് കിടക്കുകയാണ്. അപ്പോൾ ഈ പാർട്ട് ബിയിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടു ലോങ് ടെക്സ്റ്റാണ് പാർട്ട് സി എന്ന് പറയുന്നത്. അപ്പോൾ അത് വായിച്ച് നമുക്ക് 16 ക്വസ്റ്റ്യൻസ്, ഓരോ ടെക്സ്റ്റിനും 2 C1 C2 ഉണ്ട്. അപ്പോൾ ഓരോന്നിനും 8 ക്വസ്റ്റ്യൻസ് വീതമുണ്ട്. അപ്പോൾ നമുക്ക് അതിന് അത്രയും സമയം 45 മിനിറ്റിനുള്ളിൽ നമുക്ക് 22 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. അപ്പോൾ പാർട്ട് ബി തന്നെ നിങ്ങൾ സ്റ്റക്ക് ആവാതെ ടൈം മാനേജ് ചെയ്ത് നോക്കണം. അതായത് പാർട്ട് ബിയിൽ നമ്മൾ കാണുന്നത് 6 ഡിഫറെൻറ്റ് വർക്ക് പ്ലേസ് എക്സ്ട്രാക്ട്സ് ആണ്. ആസ് എ ഹെൽത്ത് പ്രൊഫഷണൽസ് നമ്മളെല്ലാവരും നമ്മുടെ ക്ലിനിക്കൽ സെറ്റിങ്സിൽ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ വായിക്കുന്ന കാര്യങ്ങളാണ് ഈ 6 ഡിഫറെൻറ്റ് വർക്ക് പ്ലേസ് എക്സ്ട്രാക്ട്സിൽ വരുന്നത്. കൂടുതലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മെമ്മോസ്, പോളിസീസ്, ഇമെയിൽ, ഇൻസ്ട്രക്ഷൻസ്, ഗൈഡ് ലൈൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ അതെന്തൊക്കെയാണ്, അതെന്താണ് മീൻ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡിയാസ് ആണ്. മെമ്മോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാർണിങ്സ് അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ്. നമുക്ക് മെമ്മോ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാർണിങ്സ് വരിക. ഇമെയിൽ എന്ന് പറഞ്ഞാൽ അപ്ഡേഷൻ അല്ലെങ്കിൽ ഒരു ന്യൂലി ഇൻട്രൊഡ്യൂസിങ് തിങ്സ്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു അപ്ഡേഷൻ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ അപ്പോഴേക്കല്ലേ നമുക്ക് മെയിൽ വരുന്നത്. അപ്പോൾ ഇമെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ്. നോട്ടീസ് എന്ന് പറയുന്നത് അറിയിപ്പ്, ഗൈഡ് ലൈൻസ്, മാർഗനിർദ്ദേശങ്ങൾ, ഇൻസ്ട്രക്ഷൻ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വരുന്നത്. മാനുവൽസ് എന്ന് പറഞ്ഞാൽ ഡു ആൻഡ് ഡു നോട്ട്സ്. അതായത് നമുക്കൊരു സാധനം വാങ്ങിക്കുമ്പോൾ നമുക്കൊരു മാനുവൽ കിട്ടുന്നതിൽ ഡു ആൻഡ് ഡു നോട്ട്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും 6 വർക്ക് പ്ലേസ് എക്സ്ട്രാക്ട്സ് ആണ് നമുക്ക് അതിൽ വരുന്നത്. കൂടുതലും നമുക്ക് ഈ 6 വർക്ക് പ്ലേസ് എക്സ്ട്രാക്ട്സിൽ അവർ പാർട്ട് ബിയിലൂടെ നമ്മുടെ ഒരു എബിലിറ്റിയിലാണ് അവർ അസസ് ചെയ്യുന്നത്. അതായത് ആ ഓവറോൾ എക്സ്ട്രാക്റ്റിൻ്റെ ഒന്നെങ്കിൽ മെയിൻ ഐഡിയ, അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസ്, അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അതിലൂടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ അല്ലെങ്കിൽ പർപ്പസ്, അത് ഡീറ്റെയിൽസ് അതെല്ലാം മനസ്സിലാക്കാനുള്ള നമ്മുടെ ആ ഒരു എബിലിറ്റിയാണ് അവരത് അസസ് ചെയ്യുന്നത് ഈ പാർട്ട് ബിയിലൂടെ. പിന്നെ നമുക്ക് പാർട്ട് ബിയിൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 ക്വസ്റ്റ്യൻ എന്ന 3 ഓപ്ഷനുണ്ട്, ABC. നമ്മളതിൽ ഏതാണോ കറക്റ്റ് ആൻസർ അതനുസരിച്ച് നമ്മൾ ഡാർക്കൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ പാർട്ട് ബിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് 2 ടൈപ്പാണ്. ഒന്നെങ്കിൽ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ്, അതായത് ഇൻകംപ്ലീറ്റ് സെൻറ്റൻസസ് ആയിട്ട് വരാം. നമുക്കതിന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് വൺ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദിസ് മാനുവൽ ടെൽ അസ് അബൌട്ട് സ്പേസർ ഡിവൈസസ്. അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു ഇൻകംപ്ലീറ്റ് സെൻറ്റൻസ് എന്ന് പറയാം, വെൻ സീക്കിംഗ് കൺസെൻറ്റ് ഫോർ എ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ഇറ്റ് ഈസ് നെസസറി ടു. അത് നമുക്കൊരു ഇത് ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 6 ക്വസ്റ്റ്യൻസും ഇൻഡിപെൻഡൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇങ്ങനത്തെ അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യനും 6 ക്വസ്റ്റ്യനും തമ്മിലും ഒരു ബന്ധം ഉണ്ടാവില്ല ഓരോ ക്വസ്റ്റ്യൻസ് തമ്മിൽ. ഇപ്പോൾ ഒരെണ്ണം ഗൈഡ് ലൈൻ ആണെങ്കിൽ ഒരെണ്ണം മെമ്മോ ആയിരിക്കും, ഒരെണ്ണം നമ്മുടെ നോട്ടീസ് ആയിരിക്കും. അങ്ങനെ അത് തമ്മിലൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ ഏത് ടൈപ്പാണോ ക്വസ്റ്റ്യൻസ്, ഏത് ഇങ്ങനെ ഇൻകംപ്ലീറ്റ് ആണോ കംപ്ലീറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണോ എന്നൊന്നും കൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ റീഡ് ദ ക്വസ്റ്റ്യൻ റീഡ് ചെയ്തിട്ട് ഇത് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഗൈഡ് ലൈൻ ആണോ തന്നിരിക്കുന്നത്, മാനുവൽ ആണോ, പോളിസി ആണോ, ഇമെയിൽ ആണോ, അത് ഏതാണ്. അപ്പോൾ അതായത് നമുക്കൊരു ഗൈഡ് ലൈൻസ് ആണെങ്കിൽ അതിൻ്റെ ഓവറോൾ ടൂൾസ് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഓരോന്നിനും എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്, ഇപ്പോൾ ഗൈഡ് ലൈൻസ് ആണെങ്കിൽ വേറൊരു രീതിയിലായിരിക്കും. അങ്ങനെ അത് നമ്മൾ ഏതാണ് തന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഗൈഡ് ലൈൻസ് ആണെങ്കിലും ഇമെയിൽ ആണെങ്കിൽ അത് ഏതാണെന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുക. ദെൻ ഇത് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആണോ ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആണോ എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്കൊരു ചിലപ്പോൾ
നമുക്കൊരു സ്പെസിഫിക് പാർട്ട് ഓഫ് ഇതായത് ടെക്സ്റ്റിനെ കുറിച്ചായിരിക്കും അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതായത് ഇപ്പം നമുക്കൊരു ഹെഡിങ്ങിൽ സ്റ്റെറിലൈസേഷൻ എന്ന് തന്നിട്ട് ഫസ്റ്റ് പാരഗ്രാഫിൽ നമുക്ക് ഓട്ടോക്ലേവിനെ കുറിച്ച് പറയുന്നു. ദെൻ സെക്കൻഡ് പാരഗ്രാഫിൽ ഇൻസിനറേഷനെ കുറിച്ച് പറയുന്നു. ഫസ്റ്റ് പാരഗ്രാഫിലെ റിലേറ്റഡ് ഓട്ടോക്ലേവിനെ കുറിച്ചാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പാർട്ട് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇൻസിനറേഷൻ ഭാഗം വായിച്ച് നോക്കേണ്ട ആവശ്യമില്ല. ഓട്ടോക്ലേവ് എന്ന ആ പാരഗ്രാഫ് മാത്രം, സ്പെസിഫിക് പാർട്ട് മാത്രം നമുക്ക് വായിച്ച് റീഡ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ അത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വായിക്കുക. ദെൻ ക്വസ്റ്റ്യൻ എന്താണ് മീൻ ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കുക. ദെൻ നമ്മൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ കംപ്ലീറ്റ് മീനിങ് എടുത്ത് വായിക്കണം. അതായത് എപ്പോഴും റീഡിംഗ് പാർട്ട് ബിയുടെ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ടെക്സ്റ്റിൻ്റെ മൊത്തം മീനിങ്, ഓവറോൾ മീനിങ് നമ്മൾ നോക്കണം. മീനിങ് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ നമ്മൾ ഓവറോൾ മീനിങ് മനസ്സിലാക്കുക. ദെൻ ഓപ്ഷൻസ് വായിക്കുക. ഓപ്ഷൻസ് വായിക്കുമ്പോൾ നമുക്ക് ഓരോ വേർഡ്സും, അതായത് നമ്മുടെ ക്വസ്റ്റ്യനിലെ ഓരോ വേർഡ്സിൻ്റെ ഈച്ച് എലമെൻറ്റ് നമ്മൾ ശ്രദ്ധിക്കണം. ഓരോ വേർഡ്സും കറക്റ്റായിട്ട് നോട്ട് ചെയ്യണം ഓപ്ഷനിലെ ABC ഓപ്ഷനിലെ. അപ്പോൾ നമുക്ക് മിക്കവാറും നമുക്ക് പാർട്ട് ബിയിൽ തരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ ഒന്നെങ്കിൽ നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവർ തരും. അതുപോലെ തന്നെ ഒരു ഓപ്ഷൻ നമുക്ക് ആ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടേ ഉണ്ടാകില്ല. അപ്പോൾ അങ്ങനെയായിരിക്കും. ദെൻ നമുക്ക് വരുന്നൊരു റിമൈനിങ് ആയിട്ട് വരുന്നൊരു ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ടെക്സ്റ്റുകളിൽ, അതായത് കണക്ടേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയും കണക്ടേഴ്സ്, ഞാൻ കേട്ടിട്ടുണ്ട് കണക്ടേഴ്സ് കഴിഞ്ഞ് വരുന്നത് ആൻസർ വരും എന്നൊരിത്. പക്ഷേ കണക്ടേഴ്സ് കഴിഞ്ഞ് കിടക്കുന്നത് ആൻസർ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ബട്ട് കണക്ടേഴ്സ് കഴിഞ്ഞ്, അതായത് ഓൾദോ, ഈവൻതോ, ദോയ്ക്കൊക്കെ ഭയങ്കര 101% ഉറപ്പിടുന്നവരാണ് ദോ എന്ന കണക്റ്റീവിന്. അപ്പോൾ ഓൾദോ, ഈവൻതോ അങ്ങനെയുള്ള കണക്ടേഴ്സ് വരുമ്പോൾ അത് കഴിഞ്ഞ് വരുന്ന കാര്യങ്ങൾക്ക് ഇത്തിരി കൂടി, അതായത് മുമ്പിൽ പറഞ്ഞ കാര്യങ്ങളെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഈ കണക്ടേഴ്സ് കഴിഞ്ഞ് വരുന്ന അത് ഇത്തിരി കൂടി ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് ആൻസറായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യണം. അതുപോലെ തന്നെ അപ്പോൾ ഈച്ച് എലമെൻറ്റ്സ്, അപ്പോൾ പാർട്ട് ബിയിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ ആൻസർ ചെയ്യുന്ന എലിമിനേഷൻ മെത്തേഡിലൂടെയാണ്. അതായത് നമ്മൾ പ്രോപ്പറായിട്ട് ഏത് ക്വസ്റ്റ്യൻ ആണ് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ ക്വസ്റ്റ്യൻ വായിക്കുക. ക്വസ്റ്റ്യൻ ഏത് ടൈപ്പാണ്, കംപ്ലീറ്റ് ആണോ ഇൻകംപ്ലീറ്റ് ആണോ എന്താണെന്ന് മനസ്സിലാക്കുക. അതായത് ഒരു പർട്ടിക്കുലർ ഭാഗത്തെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ദെൻ നമ്മൾ ടെക്സ്റ്റ് വായിക്കുക. ടെക്സ്റ്റ് വായിച്ച് ഓവറോൾ മീനിങ് മനസ്സിലാക്കുക. മീനിങ് മനസ്സിലാക്കി കഴിഞ്ഞ് ആൻസർ ഓപ്ഷൻസ് വായിക്കുമ്പോൾ ആൻസർ ഓപ്ഷൻസിൽ നമ്മൾ ഈച്ച് വേർഡ് ശ്രദ്ധിച്ചിരിക്കണം. അതായത് ഇപ്പം നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇത് നോട്ട് തന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ആയിപ്പോയി. അപ്പോൾ ഒരു ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്ക് ഇതിൽ തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇൻകംപ്ലീറ്റ് ഡേറ്റാസ് വരും. അതായത് സെൻറ്റൻസ് നമുക്ക് ഒരു 1-2 കാര്യങ്ങൾ നമുക്ക് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ഇതായിട്ട്. അതിൻ്റെ ഒരു മാറ്റർ ആയിരിക്കും നമുക്ക് ആൻസർ ഓപ്ഷനിൽ തന്നിരിക്കും. അപ്പോൾ അതൊരു ഇൻകംപ്ലീറ്റ് ആൻസർ ആയി പോയില്ലേ. ടെക്സ്റ്റിൽ വേറെ 2-3 കാര്യങ്ങളുണ്ട്, ആൻസർ വന്നപ്പോൾ 2 ഉള്ളൂ. അപ്പോൾ അതെന്താ, ഇൻകംപ്ലീറ്റ് ആയിപ്പോയി. അപ്പോൾ ഡേറ്റാസ് ഇൻകംപ്ലീറ്റ് ഡേറ്റ ആണോ എന്ന് ചെക്ക് ചെയ്യണം. കംപ്ലീറ്റ് ആയിട്ടുള്ള ഡേറ്റ ഉണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യുക. ദെൻ ഒരെണ്ണം നമുക്ക് നമ്മുടെ ആൻസർ നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടേ ഉണ്ടായിരിക്കില്ല, അത് എലിമിനേറ്റ് ചെയ്യുക. നമ്മൾ ലാസ്റ്റ് ഒരു ആൻസർ ഇത് ചെയ്യുക. അത് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നതുമായിട്ട് റെലവൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക നമ്മുടെ ആൻസർ ഓപ്ഷൻ. ദെൻ അത് നന്നായിട്ട് ഡയറക്റ്റ് ചെയ്യുക. അതായിരിക്കും നമ്മുടെ ആൻസർ ഓപ്ഷൻ. ഇങ്ങനെയാണ് പാർട്ട് ബി ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു വേർഡ്, ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് വായിക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോഴോ ഓപ്ഷൻസ് വായിക്കുമ്പോഴോ എന്തെങ്കിലും ഒരു വേർഡിൻ്റെ മീനിങ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പാനിക് ആവരുത്, അതിൽ സ്റ്റക്ക് നിൽക്കരുത്. ജസ്റ്റ് ആ ഓവറോൾ സെൻറ്റൻസിൻ്റെ ഒരു മീനിങ് എടുക്കുക. ഓവറോൾ ഒരു മീനിങ് എടുത്തതിൻ്റെ പർപ്പസ് കണ്ടാൽ മതി. അല്ലാതെ ആ വേർഡിൻ്റെ മീനിങ് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ പാനിക്കായിട്ട് നിൽക്കരുത്. ഓവറോൾ ഒരു മീനിങ് എടുത്ത് ചെയ്യുക. അതുപോലെ തന്നെ ബി പാർട്ടിൽ എപ്പോഴും കാണുന്ന ഒരു ഇതാണ് 4 ക്വസ്റ്റ്യൻസ്. ഞാനൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മിക്കപ്പോഴും 4 ക്വസ്റ്റ്യൻസ് നല്ല എളുപ്പം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. 2 അവർ കുഴപ്പിക്കുന്ന രീതിയിൽ തരും. അപ്പോൾ ആ 2 എണ്ണത്തിൽ നമ്മൾ സ്റ്റക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈം അതായത് 2 ഓപ്ഷൻസ് നമുക്ക് കൺഫ്യൂഷൻ വരും. കൺഫ്യൂഷൻ വന്ന് നമ്മുടെ ടൈം അവിടെ വേസ്റ്റ് ആവും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ 2 എണ്ണത്തിൽ നമുക്ക് സംശയം വന്ന് നമ്മളിങ്ങനെ നിൽക്കും. അങ്ങനെ നിങ്ങളുടെ സമയം ഒരിക്കലും കളയരുത്. അങ്ങനെ ഡൗട്ടുള്ളത് നിങ്ങൾ
നിങ്ങളുടെ ഒരു നമുക്കൊരു എന്താ പറയുക, ജസ്റ്റ് നമ്മളൊരു ഊഹിച്ച് അങ്ങോട്ട് ഒരെണ്ണം അങ്ങോട്ട് കറപ്പിച്ച് വെക്കുക, ദെൻ അത് ഡയറക്റ്റ് ചെയ്യുക. ദെൻ നമുക്ക് സി പാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ നമുക്കൊന്നുകൂടെ വായിച്ച് നോക്കിയിട്ട് അത് കറക്റ്റായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരിക്കലും അങ്ങനെ വേസ്റ്റ് ചെയ്യരുത് ടൈം. കാരണം സി പാർട്ട് എന്ന് പറയുന്നത് 2 ലോങ് ടെസ്റ്റാണ്. അതുപോലെ തന്നെ 16 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇവിടത്തേക്കാളും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അവിടെ. അതുകൊണ്ട് ഒരിക്കലും ടൈം വേസ്റ്റ് ചെയ്യരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പാർട്ട് എയുടെ ടിപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാത്തവർ ആ വീഡിയോ കാണണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.